സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഈ ഉപവാസപ്രാർത്ഥനയുടെ ഈ അവസാന ദിനത്തിൽ നമുക്കൊന്നിച്ച് ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അധികം മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. കർത്താവിന്റെ വലിയദാസൻ ഷാജു പാസ്റ്റർ, അവിടെയുള്ള ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടി ആമേൻ. ഈ സന്ധ്യാസമയം നമുക്ക് ഒന്നിച്ചായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേന്. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറില് ദൈവനെ സംസാരിക്കുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവവചനം പറഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. നാളെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരുന്ന് നിങ്ങളോട് എന്താ പറഞ്ഞതെന്നുള്ളത് ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് അതെൻ്റെ ഒരു രീതിയാണ്. ഞാൻ സൺഡേ ഞങ്ങളുടെ സഭയെ ശുശ്രൂഷിച്ചാലും ഞാൻ ഈ മണ്ടേയിൽ ഇങ്ങനെ ഇരുന്നൊന്ന് ചിന്തിക്കാറുണ്ട്. കാര്യം ദൈവസഭയാണല്ലോ, നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അടുത്ത ദിവസം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ധ്യാനിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വാക്യം വന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, ഇത് സംസാരിക്കണം, ഈ വചനം സംസാരിക്കണം എന്നുള്ളൊരു ഹൃദയത്തിൽ എനിക്കൊരു ഒരു വാഞ്ച തന്നു. അപ്പം പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന് എന്നെ വിളിച്ച് ഇങ്ങനെ നിങ്ങളെ ഫാസ്റ്റിംഗ് പ്രയറിന് വചനം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ നിങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ആ വചനമാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആമേൻ. 1 കൊരിന്തി 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഇന്ന് ഈ സന്ധ്യാസമയം ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. നമ്മുടെ ചോദ്യങ്ങൾക്ക് ആമേൻ ദൈവം മറുപടി തരണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വെളിപ്പെടണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ വായിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ബലമുള്ള കരത്തിൽ ഈ രാത്രിയിൽ ആമേൻ ഈ വചനത്തെ സമർപ്പിക്കുകയാണ്. വാഴ്ത്തി ഞുറുക്കി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവ പ്രവൃത്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നമ്മളൊക്കെ ഈ വാക്യവുമായിട്ട് വളരെ പരിചിതമായ ഒരു വാക്യം. ആമേൻ. നമ്മൾ പലപ്പോഴും വായിക്കുകയും ആമേൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയുന്ന ഒരു വാക്യ ഭാഗമാണ് നമ്മൾ വായിച്ചത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹായിപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ നീക്കുപോക്കുണ്ടാക്കും. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എവിടൊക്കെയോ ഒരു പൊരുത്തക്കേട്, എന്തോ ഒരു സെറ്റാകാത്ത പോലുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടായിരിക്കാം. കാര്യം ഈ ബുദ്ധിയിൽ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കർത്താവ് ഈ വാക്യം വായിച്ചിട്ട് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ആമേൻ, നമുക്ക് പരീക്ഷ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യ, ഇതിനൊക്കെ എന്ത് പരിഹാരമെന്ന് പറയുമ്പം തീച്ചൂളയുടെ നടുവിൽ കൂടെ പോകുമ്പോഴും ആമേൻ നമ്മൾ പറയുന്നത് ആമേൻ കർത്താവേ, എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിത് സഹിക്കുന്നതിന് അപ്പുറമാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വഴിയും നമ്മുടെ വഴിയും തമ്മിൽ വളരെ വ്യത്യാസമാണ്. ആമേൻ, ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ വേറെ ഒരു ലെവലാണ് കർത്താവ് എപ്പോഴും ചിന്തിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്കോ
നമ്മുടെ നമ്മുടെ ആലോചനകൾക്കോ നമ്മുടെ കഴിവിനോ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനം സത്യമാണ്, ദൈവവചനം മാറ്റമില്ലാത്തതാണ് എന്നുള്ളത് ഇന്ന് രാത്രി ദൈവമക്കളെ മറന്നുപോകല്ലേ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൈവസഭയോട് പ്രിയപ്പെട്ടവരോട് സംസാരിക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാനൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവം ആരാണെന്നുള്ളതാണ്. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. എത്ര പേർക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അഭിമാനമാണ്. നമ്മുടെ ദൈവം വേറെ ചോരയോ രക്തമോ ഒന്നും ചോദിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം സ്നേഹമാണ്. നമ്മുടെ ദൈവം പിതാവാണ്. മനസ്സിലായോ? നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. പിതാവ് പുതിയ നിയമ ദൈവസഭയെ അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മക്കളെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്. മക്കളെയാണ് ശിക്ഷിക്കുന്നത് എന്നാണ് ദൈവവചനം നമ്മൾ കാണുന്നത്. അപ്പൊ മക്കളെ ദൈവം ശിക്ഷിക്കുകയാണ്. അപ്പം ഏത് പിതാവും നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് പിതാവും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ഒരിക്കലും അവര് തകർന്നു പോകാനോ അല്ലെങ്കിൽ എന്നേക്കും ഇല്ലായ്മയായി പോകാനോ ഒന്നും ഒരു പിതാവും അങ്ങനെ ചെയ്യാറില്ല. ഈ ലോകത്തിന്റെ പിതാവ്, നല്ലൊരു പിതാവ് സ്നേഹവാനാണെങ്കിൽ പോലും തൻ്റെ മക്കളെ തല്ലിക്കഴിഞ്ഞാൽ കുറച്ച് മാറിയിരുന്ന ഒരു വിഷമം നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. കാര്യം നമ്മൾ പിതാവായതുകൊണ്ടാണ്. നമ്മൾ പിതാവും നമ്മുടെ മക്കളെ നമ്മൾ തല്ലുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്തിനാണ് പല സമയത്തും നമ്മൾ നമ്മുടെ തലമുറയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് അപ്പനൊരു ഉദ്ദേശമുണ്ട്. അപ്പന്റെ ഉദ്ദേശത്തിലേക്ക് വരുവാനും വേണ്ടിയുള്ള ഒരു താല്പര്യമാണ് അതുകൊണ്ട് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് 3:33 പറയുന്നുണ്ട്, അവൻ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത്. അങ്ങനെ നമുക്കൊരു വാക്യോടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന് നമ്മൾ എങ്ങനെ പിതാവായിട്ട് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നോ ബഹുമാനിക്കുന്നോ അതിൻ്റെയൊക്കെ 1000 മടങ്ങായിട്ടാണ് സർവശക്തനായ ദൈവം ഹല്ലേലൂയ മറന്നുപോകല്ലേ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അതാണ് ദൈവമക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ്. ദൈവവചനത്തിന്റെ ആഴം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അധീനമായ കാര്യങ്ങളാണ് ദൈവവചനത്തിനകത്ത് കാണുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിൽ ദൈവവചനം വിശ്വസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദൈവസഭയ്ക്കകത്തും കുടുംബത്തിനകത്തും വെളിപ്പെടുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് പകല് നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇത് ആരോടാ പറയുന്നത്? കൊരിന്ത്യ സഭയോടാ പറയുന്നത്. കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് കൃപാവരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സഭയാണ് കൊരിന്ത്യ സഭ. ഇനി മാത്രമല്ല, ആ സഭയ്ക്കകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഭിന്നത എന്നുള്ളതാണ്. പല ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ നടുവിൽ ഒരു സൈഡിൽ കൃപാവരങ്ങളും മറു സൈഡിൽ ഇങ്ങനെ പല കാര്യങ്ങളും പ്രശ്നങ്ങളും പുറത്തു പറയുവാൻ കഴിയാത്ത പാപത്തിന്റെ കാര്യങ്ങളും ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ പൗലോസ് അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇതിന്റെ ഈ അധ്യായത്തിന്റെ പ്രാരംഭം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതിനു മുമ്പ് ഈ വാക്യത്തിലേക്ക് നമ്മളൊന്ന് വന്നിട്ട് നമ്മൾ ഒന്നാമത്തെ വാക്യം തൊട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം പൗലോസ് ദൈവസഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് വന്ന പരീക്ഷ ഇതിനു മുമ്പ് പലർക്കും വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക പ്രിയമുള്ളവർ. ഒരിക്കലും നമ്മൾ ചിന്തിക്കല് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന വേദന
അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, അത് രോഗസംബന്ധമായിക്കൊള്ളട്ടെ, അത് ബിസിനസ് സംബന്ധമായിക്കൊള്ളട്ടെ, തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ, കുടുംബത്തിന്റെ വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയും നമുക്ക് കഷ്ടതയാണ് കർത്താവേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പേയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. അവരുടെ ഒക്കെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഹല്ലേലൂയ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കത് വിശ്വസിക്കുവാൻ പാടാണ്. മനസ്സിലായി? നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാരത്തിന് ഹല്ലേലൂയ അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. ചില കാര്യം ആഴത്തിൽ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്കൊരു റാഡിക്കൽ ഫെയ്ത്ത് വേണം. ആഴത്തിലുള്ള സാഹചര്യങ്ങളെ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഹല്ലേലൂയ ഒരാഴത്തിലുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടുന്നത്. ഒന്നാമത്തെ കാര്യം ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പറയുകയാണ്, ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ സ്തുതിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. മനസ്സിലായോ? ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത മാറത്തില്ല. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണ് നമ്മൾ വിശ്വസ്തരാണെന്ന് ചിന്തിക്കുമ്പോഴും ഓർക്കുക, നമ്മൾ അവിശ്വസ്തരായിട്ടാണ്. ദൈവത്തിന്റെ കണ്ണിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ വിശ്വസ്തരാണെന്ന് ചിന്തിക്കുമ്പോഴും ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അവിശ്വസ്തരായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നോക്കി, കർത്താവിന് മാറ്റമില്ല. മനുഷ്യർ മാറും, വ്യക്തികൾ മാറും, സ്നേഹിതർ മാറും, മാതാപിതാക്കൾ മാറും. ഇന്ന് രാത്രി ഒരു ദൂതാണ്. ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുകയാണ്, ചിലര് നിന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ഇന്ന് രാത്രി ചില കുടുംബത്തിന്റെ ഉള്ളറയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നീ ഒറ്റയ്ക്കാണെന്ന് ഇന്ന് രാത്രി പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചില പ്രിയപ്പെട്ടവരെ നോക്കി പറയുകയാണ്, വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. എന്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് വേണം. കാര്യം അത് അനുഭവത്തിൽ കൂടെ മാത്രമേ നമുക്ക് സാധ്യമാകത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ആത്മീക അനുഭവങ്ങൾ വേണം. നമ്മൾ ദൈവസഭയിൽ വരുന്നു, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും കയറുന്നു, നമ്മളെ കഴിയുന്നത് ദൈവസഭയ്ക്ക് ചെയ്യുന്നു, എല്ലാം ഓക്കെ, കൊള്ളാം, ഗുഡ്. അതിനപ്പുറത്തേക്ക് ആത്മീകമായ ഒരു വളർച്ചയാണ് ദൈവമക്കളെ നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. മാർത്തെ പോലെ ഇങ്ങനെ ആകുല ചിന്ത കൊണ്ട് ഓടി നടക്കുകയല്ല, മറിയെ പോലെ നല്ല അംശം തെരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, ഒരു കൂട്ടം കുടുംബങ്ങൾ ബഥേലിനകത്തുനിന്ന് റിഗലരക ശംഭനാദര ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ചിലതിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൈവച്ചിറക്കുന്ന ഒരു സമയം ദൈവസഭയുടെ മുൻപിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത് ദൈവം ആരാണ്? ദൈവം വിശ്വസ്തനാണ്. അവന്റെ ദൈവത്തിന്റെ വാക്കൊരിക്കലും മാറ്റത്തില്ല. ഊവെന്ന് പറഞ്ഞാൽ ഊവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിച്ചാലും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന, ഇവിടെ ഈ വചനം കേൾക്കുന്ന ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റും, ആർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ ബുദ്ധിക്കോ അത് നമ്മുടെ ചിന്തയ്ക്കോ എത്ര കണക്ക് കൂട്ടിയാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാന് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാറുണ്ട്. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 99 ആണോ 1, 99 ആണോ ഏറ്റവും വലുത്,
അല്ലെങ്കിൽ 1 ആണോ വലുത്, 99 വലുത്, 1 വലുതെന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ പറയും പാസ്റ്റർ 99 ഏറ്റവും വലുത്. പക്ഷെ കർത്താവ് പറയും എനിക്ക് 99 അല്ല വലുത്, എനിക്ക് 1 വലുത്. അതാണ് ദൈവത്തിന്റെ തിയറി, അതാണ് ദൈവത്തിന്റെ ചിന്ത. ദൈവം പറയും 99 വിട്ടിട്ട് ഞാൻ 1 പുറകെ പോയെങ്കിൽ എനിക്ക് 99 പ്രാധാന്യം 1. മനസ്സിലാക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതാണ് വചനത്തിന്റെ ശക്തി. ആമേൻ. നമ്മളാണെ പറയും ഒരാട് പോയതല്ലേ, പോട്ടെ, 99 വിട്ടിട്ട് 1 പുറകെ പോയിട്ട് ചിലപ്പോ 1 കിട്ടുമായിരിക്കും. ആമേൻ. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഈ 99 കാര്യം എന്തായി തീരുമെന്ന് ചിന്തിച്ച് നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കും. പക്ഷെ കർത്താവ് പറയാണ് എനിക്ക് 99 അല്ല, കാണാതെ പോയ 1 എനിക്ക് ഏറ്റവും വലുത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവ് ചിന്തിക്കുന്നത്. ആമേൻ. നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ പ്രവർത്തിക്ക് കർത്താവിൻ്റെതായ രീതിയുണ്ട്, വഴിയുണ്ട്, പ്രവൃത്തിയുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവവചനത്തിനകത്ത് ആമേൻ യുദ്ധം ചെയ്യാതെ തന്റെ ജനമായ ഇസ്രയേലിനെ ആമേൻ ദൈവം വിടുവിച്ചെടുത്തിട്ടുണ്ട്. ലോകത്തിൽ ഒരിക്കലും ആമേൻ ഇപ്പം നമ്മുടെ ഈ ലോകത്തിന് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അവരുടെ കൈ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ യുദ്ധമൊന്നും ജയിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ലീഡറിന്റെ കൈ ആമേൻ പൊക്കിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആ രാജ്യം ജയിക്കത്തില്ല. അങ്ങനെ ജയിച്ച ഒരേ ഒരു രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇസ്രയേലിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മോശയുടെ കൈ പൊക്കിപ്പിടിച്ചു, ആമേൻ ഊരും അഹരോനും ഒന്ന് തൊട്ടപ്പോൾ, ആമേൻ ഒന്ന് താങ്ങിക്കൊടുത്തപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ചെറിയ അറിവ് വെച്ചും കർത്താവിനെ അളക്കാൻ ശ്രമിക്കരുത്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. എസ്തേർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് അപ്പനുമില്ല അമ്മയില്ല. ആ അങ്കിളാണ് വളർത്തിയത്. ആ കുഞ്ഞിന് എത്രത്തോളം അവിടെ ഭാവിയെ പറ്റി ചിന്തിക്കാൻ പറ്റും? ഒരങ്കിളിന്റെ കീഴിൽ ചെറിയ കുഞ്ഞു പ്രായത്തിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അവിടെ ജീവിതത്തെ പറ്റി എത്ര സ്വപ്നം കാണാൻ പറ്റും? എവിടം വരെ കാണാൻ പറ്റും? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ല ഒരു നല്ല വിവാഹം നടന്നാൽ കൊള്ളാം, ആരേലും വന്നാൽ കൊള്ളാം. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഈ നൂറ്റാണ്ടിൽ അപ്പനും അമ്മയും ഇല്ലാത്ത അങ്കിള് വളർത്തിയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് മുൻപോട്ട് വരും? നോക്കുക. ഹല്ലേലൂയ. ആമേൻ. അന്നത്തെ ഇസ്രയേലിന് സ്വപ്നം കാണാൻ കഴിയാത്ത, എസ്തേർ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് അവിടെ ഭാവിയെ ദൈവം ഉയർത്തി. മോശ ജനിച്ചപ്പോൾ ഈ കുഞ്ഞിനെ ഈ നിയമത്തിന്റെ നടുവിൽ എങ്ങനെ വളർത്തുമെന്ന് ആ മാതാപിതാക്കൾ ചിന്തിച്ചെങ്കിൽ അവരുടെ നടുവിൽ, അവരുടെ ചിന്തയ്ക്കു നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ഒരു ജോഷുവ ഒരു അടിമയായ ആമേൻ അടിമയായി ജനിച്ചതാണ്, അടിമ നാട്ടിൽ ജനിച്ചതാണ്. എത്രത്തോളം സ്വപ്നം കാണാൻ പറ്റും? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ഒരു നിറഞ്ഞ ഹൃദയത്തോടെ ആമേൻ ഈ രാത്രി നിങ്ങളായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത നിലയിൽ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത നിലയിൽ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തു, ശുശ്രൂഷയ്ക്ക് ആക്കി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ആ ദൈവത്തിന്റെ കരമാണ് ഇന്ന് രാത്രി ഹല്ലേലൂയ ആ രാജ്യത്ത് നമ്മളെ ഇരുത്തി ആ രാജ്യത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാൻ നമ്മളെ ശക്തിയുള്ളവരാക്കി ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആമേൻ പറഞ്ഞു പോയാൽ ദൈവവചനത്തിനകത്തേക്ക് വീണ്ടും വരാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, ദൈവം വിശ്വസ്തൻ. ആമേൻ. അടുത്തത് പറയാം, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഇവിടെ പറയുന്നു അടുത്തത്, നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. കർത്താവ് സമ്മതിക്കത്തില്ല കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന്റെ മുകളിലേക്ക് ആമേൻ ദൈവം നമ്മളെ വിടത്തില്ല. അവിടെ പറയുകയാണ്, അപ്പന്റെ ഒരു സ്നേഹമാണ് അവിടെ കാണുന്നത്. ആമേൻ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്? സമ്മതിക്കത്തില്ലെന്ന്.
നമ്മൾ ഇന്ന് ജീവനോടിരിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ആ രാജ്യത്ത് ഇന്നും നമ്മൾ നിലനിൽക്കുന്നതിന്റെ കാര്യം ചിലത് ദൈവം സമ്മതിക്കാഞ്ഞിട്ടാ. എത്രയോ പ്രാവശ്യം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ എല്ലാരും പറഞ്ഞില്ലേ പോയെന്ന്, പോകാതെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം ദൈവം ചിലത് സമ്മതിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ അനർത്ഥങ്ങളും പ്രയാസങ്ങളും വരാതിരുന്നതിന്റെ കാരണം ഇന്ന് രാത്രി ഓർക്കുക, ദൈവം ചിലത് സമ്മതിച്ചിട്ടില്ല. ഇനിയും ദൈവം ചിലത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നമുക്ക് കാണാത്ത ഒരു ദൈവിക അനുഗ്രഹം അതിന്റെ പുറകിലുണ്ട്. എന്റെ ബുദ്ധിക്കോ നിങ്ങളുടെ ബുദ്ധിക്കോ അത് തിരിച്ചറിയുവാനോ കാണാനോ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനെന്ന് ഇന്ന് രാത്രി ഞാൻ വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുക. ബേഥേൽ ദൈവസഭയെ നോക്കി, ദൈവദാസന്മാരെ നോക്കി, ദൈവമക്കളെ നോക്കി, തലമുറയെ നോക്കി ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ കൂടെ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ആ ദൈവത്തിന്റെ കരുണയുടെ കരമുണ്ട്, ആ ദൈവത്തിന്റെ സമാധാനമുണ്ട്. ഇന്ന് രാത്രി അത് ആത്മാവിൽ പ്രാപിച്ചെടുക്കണം. അത് ദൈവകൃപയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കണം. ആ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഒരു ധൈര്യത്തിന്റെ ആത്മാവ്, ഇന്ന് രാത്രി ഒരു ശക്തിയുടെ ആത്മാവ്, ഇന്ന് രാത്രി ഒരു ബലത്തിന്റെ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് കുടുംബങ്ങളുടെ ഉള്ളറയുടെ മേൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങളെ സഹായിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ലെഫ്റ്റ് കയ്യിലാണെങ്കിൽ കർത്താവിന്റെ റൈറ്റ് കയ്യിൽ ആൻസർ ഉണ്ട്. മനസ്സിലായോ? പരീക്ഷയുടെ ആൻസർ കർത്താവ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളോട് ചിലത് ചെയ്യാൻ പറയുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനല്ലേ? ആമേൻ, ഹല്ലേലൂയ. പരീക്ഷ, ഹല്ലേലൂയ, ആമേൻ. അവിടെ അബ്രഹാമിന്റെ കാര്യം നമ്മൾ കാണുമ്പോൾ അബ്രഹാമിനോട് പറയാം, നിന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. പക്ഷെ ഓൾറെഡി ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇസാക്കിനെ അല്ല ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്നേ. ആരെയാണ്? അവിടെ ഒരു ആട്ടുകൊറ്റനെ കുരുക്കിയിട്ടിട്ടുണ്ട്. കാണേണ്ടിയ സമയത്ത് അബ്രഹാം കാണും. എപ്പം അതിന്റെ മറുപടി വെളിപ്പെടണോ അതിനൊരു ദൈവത്തിന്റെ സമയമുണ്ട്. ആമേൻ. ഇവിടെ 3 ദിവസത്തെ വഴി നടന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, 3 ദിവസത്തെ വഴി നടന്ന് ആമേൻ ആ മോറിയ മലയിൽ പോയി, ആമേൻ, അല്ലെങ്കിൽ ആ മലയുടെ മുകളിൽ പോയി, ഹല്ലേലൂയ, അവിടെ പോയി ആരാധിക്കാൻ കർത്താവ് പറയുമ്പോ, ഹല്ലേലൂയ, അതൊരു പരിശോധനയുടെ ദിനമാ കേട്ടോ. അതൊരു പരീക്ഷയുടെ ദിനമാ. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ചില ശോധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമെങ്കിലും ഹല്ലേലൂയ, ഇന്ന് രാത്രി ഓർക്കുക, ആമേൻ, ആ വഴിയിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ആമേൻ. അബ്രഹാം, നിങ്ങൾ നോക്കിയേ, ആമേൻ. ഞാൻ ചിലപ്പം ചിന്തിക്കും, എന്തിനാണ് ഈ 3 ദിവസത്തെ വഴി, എന്തിനാണ് ഇത്ര സമയം കൊടുക്കുന്നത്? ഒരു 2 മണിക്കൂർ നടന്നിട്ട് പോയാൽ പോരായോ? ഇല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓരോ 3 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പം വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം. നീ ഒരു ലോങ് ജേർണി വെച്ചേക്ക, ഒരു 3 ദിവസത്തെ യാത്രയാ. നിങ്ങൾക്കറിയാമോ ആ പിതാവ് എങ്ങനെയാണ് തന്റെ മകനെ കൊണ്ട് ആമേൻ അത്രയും ദിവസം യാത്ര ചെയ്തതെന്ന്? ഒരു പിതാവിന്റെ ഹൃദയം ആമേൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഉള്ളിന്റെ ഉള്ളിൽ ആമേൻ എന്തായിത്തീരും? കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തെ കണ്ടിറങ്ങി തിരിച്ചതാണ്. ഈ ശോധനയുടെ അവസാനം എന്തായിത്തീരും? എന്റെ മകനുമായി ഞാൻ തിരിച്ചു വരുമോ? ഞാൻ തിരിച്ചു വരുമ്പോ സാറയോട് എന്തു പറയും? ആമേൻ, എനിക്കറിയത്തില്ല. എന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല. പക്ഷെങ്കിലുണ്ടല്ലോ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് വിശ്വാസത്തിൽ ചുവടുവെച്ചു. മകൻ ചോദിച്ചു, ആമേൻ, വിറകൊണ്ട് തീയുണ്ട്, അപ്പാ യാഗമൃഗം എവിടെ?
ഹല്ലേലൂയ, വിശ്വാസത്തിൽ പറയുകയാ. ആമേൻ. ഇറങ്ങിയ ഒരു വിശ്വാസം. കാര്യം ഇരുട്ടിനകത്താണ് ജനിച്ചത്. ആമേൻ. ഹല്ലേലൂയ, ബാബേലിലാണ് ജനിച്ചത്. ഹല്ലേലൂയ, അന്ധകാരം നിറഞ്ഞിടത്താണ് ജനിച്ചത്. ഹല്ലേലൂയ, അവിടുന്നാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. ആ ദൈവം വിശ്വസ്തനാണെന്ന് കഴിഞ്ഞ നാളുകളായി, വർഷങ്ങളായി അബ്രഹാം തിരിച്ചറിഞ്ഞതാ. ആ അബ്രഹാമിന് പറയാൻ പറ്റും, കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്, എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. എൻ്റെ മകൻ ഹല്ലേലൂയ ഇനിയും യാഗമായി അവിടെ തീർന്നാലും എന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തമുണ്ട്. ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, മണൽത്തരി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എലയാസർ അല്ല ആമേൻ നിന്റെ ഈ അവകാശി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇസാക്ക് പോയാൽ 1000 ഇസാക്കിനെ തരാൻ ആമേൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് അകത്തളത്തിൽ നല്ല സമർപ്പണത്തോടെ വിശ്വാസത്തോടെ കാലുവെച്ചതാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെ ബൂസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവസഭയെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 ദിവസത്തെ വഴി നടന്ന് അവിടെ ചെന്ന് ഹല്ലേലൂയ യാഗം കഴിക്കാൻ വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ തടയുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിന്തിക്കുകയാണ്, പിതാവും പുത്രനും കൂടെ അവിടെ എഴുന്നേറ്റ് നിന്ന് കാണും. ഹല്ലേലൂയ, അബ്രഹാമേ നൊട്ട വിളിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ, ചില സമയങ്ങൾ, ആമേൻ സ്വന്തം മകനെ ഇസാക്ക് പിടിച്ചുകൊണ്ട് വിറകും ആമേൻ കഴുതയും ഒക്കെ തീയുമായിട്ടൊക്കെ പോയ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷേ അതിന്റെ ഒരു അവസാനം തിരിച്ചു വരുന്ന നിങ്ങളൊന്ന് നോക്കി. തിരിച്ച് യാഗമൊക്കെ കഴിച്ച് ആമേൻ കർത്താവിനെ പറ്റിയുള്ള ഒരു വെളിപ്പാടൂടെ കിട്ടി. ആമേൻ കരുതുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ളൊരു പുതിയ വെളിപ്പാടിലാണ് അബ്രഹാം തിരിച്ചു വരുന്നത്. അങ്ങോട്ട് നടന്നത് കരഞ്ഞും കൊണ്ടാണെങ്കിൽ, അങ്ങോട്ട് ആമേൻ നടന്നത് വേദന കൊണ്ടാണെങ്കിൽ, അങ്ങോട്ട് നടന്നത് ആമേൻ അൺസർട്ടിനിറ്റി ഉണ്ടെങ്കിൽ, നാളെയെ പറ്റിയുള്ള ഭാരവും വേദനകളും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ തിരിച്ചു വരുമ്പോൾ ആ ദൈവത്തിലുള്ള ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് അബ്രഹാം മടങ്ങി വരുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ, പ്രതികൂലങ്ങളൊക്കെ വരും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാം. ഞാൻ വിശ്വസിക്കുന്ന ഈ വചനമുണ്ടല്ലോ, അനേക ഭക്തന്മാർ പരീക്ഷയുടെ തീച്ചൂളയുടെ നടുവിൽ കൂടെ പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ അവസാനം അനുഗ്രഹമായി തീർന്നിട്ടേ ഉള്ളൂ. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിനകത്ത് ആമേൻ നിൽക്കാതെ ഓടിയ ഭക്തൻ അവസാനം അനുഗ്രഹമായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. ദേവാലയം പണിയാൻ താൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. തന്നോട് പറഞ്ഞു താനല്ല പണിയേണ്ടിയത്, തന്റെ മകൻ പണിയണമെന്ന് പറഞ്ഞു. അകത്തളത്തിൽ ഒരു ദൂത് കേട്ടിട്ട് അകത്തുപോയി റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു. ഞാനും എന്റെ കുടുംബവും ഇത്രത്തോളം വരെ ഞങ്ങൾ എന്തുള്ളൂ. പരീക്ഷയുടെ നടുവിൽ ഭക്തൻ പരാജയപ്പെട്ടില്ല. അവസാനം പറയുകയാണ്, നമുക്കറിയത്തില്ല നമ്മുടെ തലമുറ, നമ്മുടെ കാലം കഴിയുമ്പോൾ എത്ര തലമുറകൾ എങ്ങനെയൊക്കെ ആകുമെന്ന്. പക്ഷെ ഭക്തനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആരിൽ ഈ രാജ്യം ഉള്ളിടത്തോളം കാലം നിന്റെ തലമുറ ആമേൻ മാറി 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 ഇതിന്റെ പുറകിലിരിക്കും. ആമേൻ യഹൂദയിൽ ആമേൻ ഉണ്ടായ എല്ലാ രാജാക്കന്മാരും ദാവീദിന്റെ പാരമ്പര്യത്തിനകത്തുനിന്ന് വന്നതാണ്. ഇസ്രയേലിനകത്തേക്ക് നോക്കുമ്പോൾ ആമേൻ കുടുംബങ്ങൾ മാറി വന്നിട്ടുണ്ട്. പക്ഷേ യഹൂദ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ തലമുറയ്ക്കകത്തുനിന്ന്, സന്തതി പരമ്പരയ്ക്കകത്തുനിന്ന്, കുടുംബത്തിനകത്തുനിന്നാണ് ആമേൻ ഹല്ലേലൂയ രാജാക്കന്മാർ വന്നതെന്നുള്ളത് ഇന്ന് രാത്രി മറന്നുപോകല്ലേ. ഇനി ഓരോ ഭക്തന്മാരെ നോക്കി, ചന്ദ്രക് മേശക് അബേന്ദ്രഗോപിനെ നോക്കി, തീച്ചൂളയുടെ നടുവിൽ ഹല്ലേലൂയ അപ്പുറത്ത് 4-മനായി വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം. ഇനിയും ഹല്ലേലൂയ ദാനിയേലിനെ നോക്കി, ഹല്ലേലൂയ രാവിലെ രാജാവ് എന്ന് വിളിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആമേൻ മകനായ ആമേൻ ദാനിയേൽ എന്നാ വിളിക്കുന്നത്. കാര്യം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഏതെല്ലാം ഭക്തന്മാർ ആമേൻ കഷ്ടതയുടെയും നടുവിൽ, ടെംപ്ടേഷന്റെ നടുവിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും, പരീക്ഷയ്ക്കകത്തൂടെ പോയിട്ടുണ്ടെങ്കിലും അവരാരും തകർന്നു പോയിട്ടില്ല. അവരെ തകർത്തു കളയുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, തകർന്നവനെ പണിയുന്ന, ആർക്കും പണിയാൻ പറ്റാത്ത തലമുറയെ പണിയുന്ന പരിശുദ്ധാത്മാവ്, ആർക്കും പണിയാൻ പറ്റാത്ത കുടുംബത്തെ പണിയുന്ന പരിശുദ്ധാത്മാവ്, ആർക്കും ആശ്വസിപ്പിക്കുവാനോ ആമേൻ ഹല്ലേലൂയ കരുതുവാനോ കഴിയാത്ത മേഖലകളിൽ കരുതുന്ന
ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ കരം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ വിചാരത്തിനും അപ്പുറമാണെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആമേൻ, സഹിക്കാൻ, ആമേൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവരവ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ ഒരു പരീക്ഷ നമുക്ക് വെക്കുമ്പോൾ അപ്പുറത്ത് അതിനൊരു പ്രതിവിധി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ആമേൻ, ഹല്ലേലൂയ, മൊർദെഖായി, ആമേൻ, ജീവനുള്ള ദൈവത്തെ അല്ലാതെ ഒരാളെ കുമ്പിടത്തില്ല. ഹാമാനെ കുമ്പിടാൻ അവൻ തയ്യാറാകാത്തത് കൊണ്ട് ഈ സൈഡിൽ അനേക പ്രതികൂലങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ, തൂക്കുകയർ വരെ ഇവിടെ ഒരുങ്ങി. പക്ഷെ മറു സൈഡിൽ വഴി. ഹല്ലേലൂയ, ആര് തൂക്കുകയർ ഉണ്ടാക്കിയോ അവൻ തൂങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഹല്ലേലൂയ, പരീക്ഷകൾ എന്തും വരട്ടെ, ഇന്ന് രാത്രി നമ്മൾ പറയണം, ഹല്ലേലൂയ, പരിഹാരം ആമേൻ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്. നമ്മൾ പാടുന്നതാണല്ലോ. ആമേൻ. ഇനി ഞാൻ പെട്ടെന്ന് 1-2 കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ, ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ 3 വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിന് ആമേൻ 5 പ്രാവശ്യമുണ്ട് ആ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും, ഈ എല്ലാവരും എന്നുള്ളത് 5 പ്രാവശ്യം പറയുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ, ആമേൻ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്നാന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാം. നമുക്ക് പരീക്ഷയെ ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ കണ്ടു, ഹല്ലേലൂയ, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, വിശ്വസ്തനായ ദൈവമുണ്ട്. ആമേൻ. നമുക്ക് കഴിയുന്നതിന് മുകളിൽ അവൻ പരീക്ഷ തരത്തില്ല. പക്ഷെ അത്രയും നമുക്ക് കഴിയുന്നതും സഹിക്കാൻ പറ്റുന്നതും തന്നിട്ടും അത് ജയിക്കാൻ പറ്റാതെ പരാജയപ്പെട്ടു പോകുന്ന അനേക ദൈവമക്കളുണ്ട്. ആമേൻ. ഈ 1 മുതൽ ഈ 13-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഈ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആമേൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെ നമുക്ക് ആമേൻ 3ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആമേൻ. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ പറ്റിയാണ് കാണുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം. ആമേൻ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, 5 വിധ അനുഗ്രഹങ്ങൾ ഇവിടെ കാണാം. ഈ പൗലോസ് ഇത് പറയുന്നത് കൊരിന്ത്യ സഭയോടാണ്. കൊരിന്ത്യ സഭയെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആമേൻ പൗലോസ് ശ്രമിക്കുകയാണ്. അതിന് പൗലോസ് കൊണ്ടുവരുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനതയെ പറ്റി കൊണ്ടുവരുക. ഇസ്രായേൽ ജനതയെ അവരുടെ ആ മരുഭൂമി യാത്രയിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾക്കും അത് സംഭവിക്കരുത്, നിങ്ങളും അവരെ പോലെ ആകരുത്, നിങ്ങളും മരുഭൂമിയിൽ വീണുപോകരുത് എന്നൊക്കെ ആമേൻ, ഹല്ലേലൂയ, എന്നൊക്കെ ആമേൻ കൊരിന്ത്യ സഭയോട് പറയുക. എന്നിട്ട് ലാസ്റ്റിലാണ് പറയുന്നത്, നിങ്ങൾക്ക് ആമേൻ സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ലെന്ന് ഈ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, നിങ്ങൾ പോകുന്ന പ്രതികൂല സാഹചര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇന്ന് രാത്രി എത്ര പേര് പറയും, എനിക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷയില്ല, എനിക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ആമേൻ ആ സഭയ്ക്കകത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട്. ആമേൻ ആത്മീക പ്രശ്നങ്ങളുണ്ട്, ഡിസോർഡർ ഉണ്ട്, ഡിസ്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ പരിഹരിക്കാതെ മുൻപോട്ട് പോയാൽ നിങ്ങൾ പരാജയപ്പെടും. ഈ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ പരാജയപ്പെടാനും വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്.
ഈ മരുഭൂമിയിൽ, ഈ മിസ്രൈമില് ഈ ഫറവോനെ ഇത്ര വലിയ അത്ഭുതം കാണിച്ച് ആമേൻ ഒരു യുദ്ധസന്നാഹമായിട്ട് ഈ ജനതയെ ചെങ്കടലിൽ കൂടെ കടത്തിവിട്ട് ആമേൻ കനാൻ എന്ന് പറയുന്ന വാഗ്ദത്ത ദേശത്തേക്ക് സർവശക്തനായ ദൈവം പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിൽ 2 പേരാണ് അവിടെ എത്തിയത്. ബാക്കി മൊത്തം മരുഭൂമിയിൽ ജനിച്ച പുതിയ ജനറേഷനാണ്. മനസ്സിലായോ? ബാക്കി എല്ലാവരും പട്ടുപോയി, അവര് പരാജയപ്പെട്ടു പോയി, അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. മരുഭൂമിയിൽ അവര് കറങ്ങിപ്പോയി, മരുഭൂമിയിൽ അവരെ തള്ളിയിട്ടു എന്നൊക്കെയാണ് പൗലോസിന്റെ ഭാഷ. പക്ഷെ നോക്കി, അവൻ മരുഭൂമിയിൽ തള്ളിയിടാനാണോ വിളിച്ചത്? മരുഭൂമിയിൽ പട്ടുപോകാനാണോ വിളിച്ചത്? മരുഭൂമിയിൽ തകർന്നു പോകാനാണോ വിളിച്ചത്? ഈ കൊരിന്ത സഭയോട് പറയാണ്, ഈ ഇസ്രായേൽ ജനതയെ അല്ലെ നമ്മുടെ പിതാക്കന്മാരെ ദൈവം വിളിച്ചത് പട്ടുപോകാനല്ല, തകർന്നു പോകാനല്ല, നിരാശപ്പെട്ടു പോകാനല്ല, വാഗ്ദത്ത നാട്ടിൽ കേറാതിരിക്കുവാൻ വേണ്ടിയല്ല വിളിച്ചിറക്കിയത് വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകാനാ. പക്ഷെ ഇവരെവിടാണ് പരാജയപ്പെട്ടു പോയത്? കർത്താവ് മറുസൈഡിൽ പറയുകയാണ്, പൗലോസ് വീണ്ടും കൊരിന്ത്യർ സഭയോട് പറയാണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾ തോറ്റുപോകത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മരുഭൂമിയിൽ പട്ടുപോയ നമ്മുടെ പിതാക്കന്മാരുണ്ട്, അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് പഴയ നിയമം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് ഒരു കാര്യം പറയുക. ദൈവസഭയ്ക്ക് പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുകയാണ്, പൗലോസ് തന്നെ പറയുന്നു, ഇതെന്തിനാണ് പഴയ നിയമം? പിതാക്കന്മാരുടെ അനുഭവങ്ങൾ, പഴയ നിയമത്തിന്റെ അനുഭവങ്ങൾ എന്തിനാണ്? അവര് പരാജയപ്പെട്ട മേഖലയിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ. അനേക ഭക്തന്മാർ പലയിടത്തും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. അതിന് ബുദ്ധി ഉപദേശിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് ഒരുപോലെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നമ്മളും ഈ ജീവിതത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ നമ്മൾ പെട്ടുപോകരുത്. അപ്പം ഒന്നാമത്തെ കാര്യം പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 5 പ്രാവശ്യം പറയുകയാണ്, എല്ലാവരും. മനസ്സിലായി? ഇവിടെ പറയുന്ന എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇനി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്നാനപ്പെട്ടവര്, വീണ്ടും ജനനം പ്രാപിച്ചവര്, അഭിഷേകം പ്രാപിച്ചവര്, ദൈവസഭയുടെ മെമ്പർഷിപ്പ് ഉള്ളവര്, ഇനി നമുക്ക് എന്തെല്ലാം അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാമോ അതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അങ്ങനെ ഒരു സഭയായിരുന്നു. കാര്യം ഇവിടെ പറയുന്നത് ദൈവസാന്നിധ്യം അനുഭവിച്ച ദൈവമക്കള്, സ്നാനപ്പെട്ട ദൈവമക്കള്, വിടുതൽ പ്രാപിച്ച ദൈവമക്കള്. 5 വിധ അനുഗ്രഹങ്ങളുണ്ട്. എന്താണ് ഈ 1 തൊട്ട് 5 വരെയുള്ള വാക്യത്തിനകത്ത് 5 വിധ അനുഗ്രഹങ്ങൾ? ഞാൻ പെട്ടെന്ന് പറയാം. 1, ദൈവത്തിന്റെ നടത്തിപ്പ് അവർക്കുണ്ടായിരുന്നു. കരമുയർത്തി എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിതം പരാജയപ്പെടാതിരിക്കാൻ, നമ്മുടെ പരീക്ഷയിൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തിന്റെ നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്. ആ ജനതയ്ക്ക്, ഇസ്രയേലിന് ദൈവത്തിന്റെ നടത്തിപ്പുണ്ടായിരുന്നു. എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. 2, ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച ജനതയാണ്. രണ്ടാമത്തെ അനുഗ്രഹം, എല്ലാവരും ചെങ്കടലിൽ കൂടെ കടന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിടുതൽ എല്ലാവരും അനുഭവിച്ചു, ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇനി മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? എല്ലാവരും മോശയോട് ചേർന്നു. മൂന്നാമത്തെ കാര്യം, ഇവരെല്ലാം സ്നാനപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമ ദൈവസഭയ്ക്ക് ഒരു ഹല്ലേലൂയ, ഒരു എന്താ പറയുന്നത്, ഒരു മുൻകുറി, അല്ലെങ്കിൽ ആ സഭയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. മൂന്നാമതായി ആത്മീയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഇവര് സ്നാനപ്പെട്ടു എന്നുള്ളതാ. നാലാമത്തെ ഇവരുടെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ആത്മീക ആഹാരം ഇവര് കഴിച്ചു, എല്ലാവരും മന്ന ഭക്ഷിച്ചു. അഞ്ചാമത്തെ അനുഗ്രഹം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആത്മീകമായ വെള്ളം അവര് കുടിച്ചു. ആമേൻ, ആത്മീക ആ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന്
ആ പാറ ക്രിസ്തുവാകുന്നെന്നാണ് പൗലോസ് പറയുന്നത്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല, അതിലേക്ക് ആമേൻ കടക്കുന്നില്ല. അപ്പൊ 5 വിധ അനുഗ്രഹങ്ങൾ. എന്തിനാണ് ഈ 5 വിധ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തത്? ദൈവിക നടത്തിപ്പ് എന്തിനാണ് കൊടുത്തത്? ദൈവിക സംരക്ഷണം എന്തിനാണ് കൊടുത്തത്? ദൈവിക വിടുതൽ എന്തിനാണ് കൊടുത്തത്? ആത്മീയ ആഹാരം എന്തിനാണ് കൊടുത്തത്? ആത്മീയ പാനീയം എന്തിനാണ് കൊടുത്തത്? ഇവരെന്തിനാണ് സ്നാനപ്പെട്ടത്? ഹല്ലേലൂയ, പട്ടുപോകാതിരിക്കാൻ. ഇവർ ആമേൻ ദൈവത്തിന്റെ സകലവിധ അനുഗ്രഹത്താലും മരുഭൂമിയിൽ വന്ന വ്യക്തികളാണ്. പക്ഷെ ഇവർക്ക് എന്തു പറ്റി? അനുഗ്രഹം പ്രാപിച്ച ഈ ജനത ഹല്ലേലൂയ ഇതിന്റെ നടുവിൽ ആമേൻ പരാജയപ്പെട്ടു പോയി. ഇന്ന് രാത്രി ഞാൻ ഇത് പരാജയപ്പെട്ടു പോയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഒരു പരാജയത്തിന്റെ മെസ്സേജ് അല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ ദൈവം നമ്മളെ വിജയത്തിന് വേണ്ടിയാണ് വിളിച്ചതെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ പരാജയപ്പെടാനല്ല ഈ ശുശ്രൂഷ, ഈ വചന ശുശ്രൂഷ വിജയിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ നമ്മളോട് പറഞ്ഞു. പക്ഷെ ചില കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കാറുണ്ട്. കാര്യം ചില തിരിച്ചറിവുകൾ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നമുക്കെല്ലാവർക്കും വളരെ ആവശ്യമാണ്. ഇനി രണ്ടാമതായി 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ 5 വിധ പാപങ്ങൾ. ആ പാപമാണ് ഇവരെ പരാജയപ്പെടുത്തിയതെന്ന് മറന്നു പോകല്ലേ. മരുഭൂമിയിൽ ഇവർ പട്ടുപോകാൻ കാരണം ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് മുകളിൽ ഒരു കാര്യവും ദൈവം ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെങ്ങനെ പരാജയപ്പെട്ടു പോയി. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മളും ഈ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ട് വന്നവരുടെ കൂട്ടത്തിലാണ് ചിന്തിക്കുക. ആ ചെങ്കടലിനകത്തൂടെ നടുക്കൂടെ നടന്ന ഒറ്റ അനുഭവം മതി ആ 40 വർഷം മരുഭൂമി കൂടെ നടക്കാൻ. ശരിയല്ലേ? കണ്ണിന്റെ കണ്ണാൽ ദൈവത്തിന്റെ അത്ഭുതം. ചെങ്കടല് പോയിട്ട് ഒരു ചെറിയ തോട് പോലും ഇന്ന് വരെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. നോക്കി, ഇത്ര ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത ഈ ചെങ്കടലിന്റെ നടുവിൽ കൂടെ അപ്പുറത്ത് ആരേലും പറഞ്ഞ സാക്ഷി കേട്ട് സ്തോത്രം പറഞ്ഞതല്ല, അനുഭവം. ചെങ്കടലിന്റെ നടുവിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കി എന്ന് പറഞ്ഞാൽ കാലുടക്കിയില്ലെന്ന്. ആ കടലിന്റെ ചെളിക്കകത്ത് അവര് നടന്നു വന്നപ്പം ആരും അവരുടെ കാല് നാടൻ ഭാഷയെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പുതിയ ജനതയ്ക്ക് അത് അറിയാമെന്ന്, പൊതഞ്ഞു പോയില്ലെന്ന്. ആ ചള്ളക്കകത്ത് അവര് ഉടക്കിപ്പോയില്ല. സഹോദര, മോശ അഹരോനെ പിടിച്ചില്ല, അഹരോൻ മിര്യാമിനെ പിടിച്ചില്ല, എന്നെ പിടിക്കെന്ന് പറഞ്ഞില്ല. ഉണങ്ങിയ നിലത്തൂടെ അവര് നടന്നു കയറുകയായിരുന്നു. അവര് ചെയ്തത് പുറകെ വരുന്നവൻ നോക്കിയിട്ട് നടന്നില്ല, അവര് മുങ്ങിപ്പോയി. ഇന്ന് രാത്രി പലരും മുങ്ങിപ്പോയി. നീ മുങ്ങിപ്പോകാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ ദൈവത്തിന്റെ കരുണയാണ്, ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ പറയട്ടെ, 5 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവർ പരാജയപ്പെടുവാൻ. എന്നിട്ട് ഹല്ലേലൂയ 5 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവർ പരാജയപ്പെട്ടു പോകുന്നതിന് 5 കൂട്ടം കാര്യങ്ങൾ. അങ്ങനെ അത് തന്നെ കൊരിന്ത്യ സഭയോട് പറയാണ്, നിങ്ങൾക്കത് സംഭവിക്കരുത്, നിങ്ങൾ അവരെ പോലെയാകരുത്, അവരുടെ സ്വഭാവം എടുക്കരുത്, നമ്മുടെ പിതാക്കന്മാരുടെ സ്വഭാവം എടുക്കരുത്, അവരുടെ രീതി എടുക്കരുത്, അവര് പറഞ്ഞതുപോലെ നമ്മൾ പറയരുത്, അവര് ചെയ്തതുപോലെ നമ്മൾ ചെയ്യരുത്. ഇവരെന്താണ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം, ദുർമോഹികളായി തീർന്നു. മനസ്സിലായോ? മന്ന കൊടുത്തപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു, വായിലും മൂക്കിലും എല്ലാം ചാടി. സത്യം, എൻ്റെ ഒരു നാടൻ ഭാഷയാ, സോറി കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളികൾ അതിൻ്റെ തൊണ്ടായിരുന്നു എന്നുള്ള. ഇടങ്ങഴി പിറക്കാൻ പറഞ്ഞാൽ 2.5 ഇടങ്ങഴി പിറക്കി വെക്കുന്നവന്മാരാ. മനസ്സിലായോ? എന്തോ സ്വഭാവമാണ് വെക്കുകയാണിത്. ഇതൊക്കെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അടുത്തത് സൺഡേ ആണ്. സൺഡേയില് ജോലിക്ക് പോകരുത്, അത് നമുക്ക് വേണ്ട. നിങ്ങളൊക്കെ ജോലിക്ക് പോക്കണം കേട്ടോ, നാളെ പോലെ. ഞാൻ പറയുന്നത്, നമ്മളൊരു വിട്ടുവീഴ്ച. സൺഡേ നമ്മൾ ഓവർ ടൈം ചെയ്യും. നമ്മളോട് നമ്മുടെ ഓഫീസിൽ നിന്ന് പറയാണ്, സൺഡേ നിങ്ങൾ വന്നേ പറ്റൂ, നിങ്ങളില്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരും. പക്ഷെ നമ്മൾ സൺഡേ വേണമെങ്കിൽ ഓവർ ടൈം ചെയ്യും, അതിന്റെ പൈസ ഇവിടെ മേടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുക, നമ്മുടെ സമ്പത്തൊന്നും പുഴു അരിച്ചു പോകരുത്. ഇവര് ആരോടും പറയാതെ 2-3 ഇടങ്ങടി ഇവര് പിറക്കി വെച്ചേക്കാം. പക്ഷെ രാവിലെ എന്ത് ചെയ്തു? രാവിലെ തുറന്നു നോക്കിയപ്പോൾ പ്രയോജനമില്ലാതായിപ്പോയി. ഞാൻ അതിലേക്ക് വരുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. 1, ദുർമോഹികളായി തീർന്നു. തൃപ്തിയില്ലായിരുന്നു.
ശ്രദ്ധിച്ചോണം ഇനി ദൈവസഭ കേട്ടോ. നമ്മള് പട്ടുപോകുന്നതിന്റെയും പരാജയപ്പെടുന്നതിന്റെയും കാര്യം ദൈവം തന്നതിൽ നമുക്ക് തൃപ്തിയില്ല. സാലറി ആവശ്യത്തിന് തന്നു. എനിക്കറിയത്തില്ല നിങ്ങളുടെ എത്ര, ഞാനൊരു നാടൻ ഭാഷയെ പറയാം. 10,000 രൂപ കിട്ടിയപ്പം പറഞ്ഞ് കർത്താവ് ഒരു 30,000 തന്നിരുന്നെങ്കിൽ പിള്ളേരുടെയും പല്ലച്ചാതി എല്ലാ മാസം തീരുമ്പോൾ 6 10 രൂപ മേടിക്കാതെ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നു. ഇപ്പൊ നമുക്ക് 30 അല്ല 60 75 കിട്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. നമുക്ക് തൃപ്തിയില്ല. ദൈവമക്കളെ, നമുക്ക് ആവശ്യം ഒരു തൃപ്തിയാണ്. ദൈവം തരുന്നതിനെ ഉള്ളു തൃപ്തി. ദൈവം തരുന്നത് തൃപ്തിയാ. ദൈവം തരുന്നത് ചെറിയ സാലറി ആണേലും വലിയ സാലറി ആണേലും ദൈവം തരുന്നത് സന്തോഷത്തോടെ കൈനീട്ടി സന്തോഷത്തോടെ മേടിച്ചത് സന്തോഷത്തോടെ ഉപയോഗിച്ചാൽ നമുക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പൊ ഇവര് പരാജയപ്പെടാൻ കാര്യം ഒന്ന് ദുർമോഹമാണ്. മന്ന കൊടുത്തപ്പോ ആദ്യം ഇവര് മന്ന എടുത്തപ്പോ നിങ്ങളത് വാങ്ങിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. മന്നയൊക്കെ ഇവരെടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചു. ആദ്യം അവർക്ക് തോന്നിയത് തേൻ കൂട്ടിയ ദോശ പോലെ, കുറച്ചങ്ങോട്ട് ചെന്നപ്പം എണ്ണ പുരട്ടിയ ദോശ പോലെ ആയിപ്പോയി. ശരിയല്ലേ? എന്തോ പാട്ടും കയ്യടിയായിരുന്നു ആദ്യം മന്ന കിട്ടിയപ്പോ. അവൻ ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഈ തേനിന്റെ ടേസ്റ്റ് എണ്ണയുടെ ടേസ്റ്റ് പോലായി. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം, മനസ്സിലായോ? അവൻ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സംതൃപ്തിയില്ല. ഹല്ലേലൂയ, നമുക്ക് സംതൃപ്തി ഇല്ലാതെ വരും. 2, വിഗ്രഹ ആരാധന. എന്തുണ്ടാക്കി ഇവര് പരാജയപ്പെടാൻ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഇവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ദൈവമക്കൾ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവര് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഒക്കെ വിട്ട് മരുഭൂമിയിൽ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ഒക്കെ നടന്നു വരുന്ന ആൾക്കാരുടെ ഹൃദയത്തിനകത്തുനിന്ന് മിസ്രൈമിന്റെ അകത്ത് കണ്ട് പരിചയിച്ച ചില കാളക്കുട്ടികൾ പുറത്തു പോയില്ല. ഇവരെന്നെ വേറെ എന്തിനെ ഉണ്ടാക്കാൻ, ഈ കാളക്കുട്ടിയെ എന്നെ ഉണ്ടാക്കാൻ? ഞങ്ങൾക്കൊരു കാളക്കുട്ടി, ഇത് കണ്ടത് അവിടാണ്. ഇവരുടെ ഹൃദയത്തിനകത്ത് റിയൽ ഒരു മാനസാന്തരം വന്നില്ല. അതുകൊണ്ടാണ് കാളയെ തന്നെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അഗരോനെ അവരെല്ലാം കൂടെ ഒരു പരുവാക്കിയതിന്. അതുകൊണ്ട് പാവം പിടിച്ച ആ മനുഷ്യൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. കാര്യം ഇപ്പൊ മോശ എപ്പോ വരുമെന്ന് അറിയത്തില്ല. അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധന. നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കോ? ഇല്ല. പക്ഷെ നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബം, നമ്മുടെ പണം, അല്ലെങ്കിൽ നമ്മുടെ പ്രസിദ്ധി, അല്ലെങ്കിൽ നമ്മുടെ ജോലി, ഇതൊക്കെയാണ് നമ്മുടെ വിഗ്രഹം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ദൈവത്തിനെക്കാട്ടിൽ ഉപരി ഏത് കാര്യത്തിനും നമ്മൾ ബഹുമാനം കൊടുക്കുന്നോ അതൊരു വിഗ്രഹം പോലെയാണ്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ വേറെ പലതിനും പ്രാധാന്യം കൊടുത്താൽ അതൊരു വിഗ്രഹം പോലെ തന്നെയാണ്. അത് പെട്ടെന്നല്ല, ചിലപ്പോൾ പെതുക്കെ അത് നമ്മളെ പരാജയത്തിലേക്കും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അത് നമ്മളെ മാറ്റുന്ന രീതിയിലേക്ക് വരും. അടുത്തത് അവർ പരാജയപ്പെടാൻ കാര്യം പരസംഗമാണ് കേട്ടോ. ലൈംഗിക പാപങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വന്നു. അതൊരു പ്രവാചകന്റെ ബുദ്ധിയായിരുന്നു. കാര്യം ആദ്യം വന്ന് അദ്ദേഹം ബിലെയാം വന്ന് ശപിക്കാൻ നോക്കിയപ്പോൾ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വേർപാടുണ്ടായിരുന്നു, അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അതിർവരമ്പുകൾ വേണം കേട്ടോ. യുവതി യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഒക്കെ വിട്ടുവന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ പ്രിയ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു അതിർവരമ്പ് വെക്കണം. പാസ്റ്ററെ പേടിച്ചോ, സഭയെ പേടിച്ചോ, കൂട്ടു സഹോദരങ്ങളെ പേടിച്ചോ, അല്ലെങ്കിൽ അപ്പുറത്ത് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന അങ്കിളിനെ പേടിച്ചോ ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ഉണ്ടല്ലോ, അത് അതിർവരമ്പുകളെ വെക്കുന്നതാണ്. അത് അന്യഭാഷ പറയുന്നത് മാത്രമല്ല, അത് കൈയടിപ്പിക്കുന്നത് മാത്രമല്ല, അത് സ്റ്റേജിൽ കയറി പ്രസംഗിപ്പിക്കുന്നത് മാത്രമല്ല, അത് ആത്മാവിൽ പാടുന്നത് മാത്രമല്ല, അതിനൊക്കെ ഉപരിയായി പാപത്തിലേക്ക് തിരിയാതെ അതിർവരമ്പ് വെച്ച് നോയും യേസും പറയാൻ നമ്മുടെ തലമുറയ്ക്ക് കപ്പാസിറ്റി ഉണ്ടാകണം. അതിനാണ് അഭിഷേകം. നോ പറയാനാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിശുദ്ധിക്കാണ് വിളിച്ചതെന്നുള്ളത് ഇന്ന് പകൽ ദൈവസഭ ദൈവമക്കളെ മറന്നു പോകരുത്. അടുത്തത് പരീക്ഷിച്ചു കേട്ടോ. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. എന്ന് ഇനി ഇച്ചിലൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തെയും ശക്തിയെയും നിരന്തരം സംശയിക്കുന്നതാണ് ദൈവത്തെ പരീക്ഷിക്കുന്നത്. ഇച്ചിലൂടെ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. ദൈവ സ്നേഹത്തെയും ശക്തിയെയും നിരന്തരം നമുക്കങ്ങ് സംശയമാണ്.
എങ്കിൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഇതാണ് ആമേൻ ഇസ്രായേൽ ജനത്തെ സംഭവിച്ചു. ഇനി അടുത്തത് നമുക്ക് ഇച്ചിരൂടെ അറിവുള്ള ഒരു കാര്യമാണ്. നമ്മളും ഞാനും നിങ്ങളും ഒക്കെ പല സമയത്തും പറയാറുള്ളൊരു കാര്യമാണ് പിറുപിറുപ്പ്. ഈ പിറുപിറുപ്പ് വരുന്നത് ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിറുപിറുക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതം കണ്ടിട്ടും അവർ പരാതി പറഞ്ഞു. മനസ്സിലായോ? അത്ഭുതം കണ്ടിട്ടും അവർ പരാതി പറഞ്ഞു. അടുത്തത് നന്ദിയില്ലാത്ത ഹൃദയത്തിന്റെ അടയാളമാണ് പിറുപിറുപ്പ്. ഞാനൊരു കാര്യം പറയാം. ഏതാണ്ട് 12 സ്ഥലത്ത് ഇവർ പിറുപിറുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബുദ്ധി ഉപദേശം നമുക്കൊരു അനുഗ്രഹമാകാൻ അതിനകത്തുനിന്ന് ഒരു 6 എണ്ണം നിങ്ങളോട് പറയാം. ഒന്ന്, ചെങ്കടൽ കരയിൽ വെച്ചാണ് ഇവര് പിറുപിറുത്തത്. നമ്മൾ പിറുപിറുക്കുന്നത് നമ്മൾ ഇസ്രായേലുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ഇന്നും ഒന്ന് ചിന്തിച്ചോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തന്മാർ എഴുതി വെച്ചതും അവരെ അനുഭവിച്ചു വന്നതുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ നൂറ്റാണ്ടിലും ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. എന്നെ കൂടെ എന്നെയാണ് ഫസ്റ്റ് നിർത്തുന്നത്. നിങ്ങൾ പേടിക്കണ്ട. ആദ്യത്തെ മെസ്സേജ് എന്നോടാണ്. ഞാൻ പറയുന്നത് ആദ്യം എന്നോടാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഞാൻ പറയുന്നത്, ഒന്ന്, ചെങ്കടലിന്റെ കരയിൽ വെച്ചാണ് ഇവർ പിറുപിറുത്തത്. എന്താണ് ചെങ്കടലിന്റെ കരയിൽ വെച്ച് ഇവർ പിറുപിറുക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ഭയം വന്നപ്പോഴാണ് പിറുപിറുത്തത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ഭയത്തിന്റെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ അത് ഏത് നിലയിൽ, ആത്മീകമായിരിക്കാം, ഭൗതികമായിരിക്കാം, കുടുംബപരമായിട്ടായിരിക്കാം. ഭയം, നാളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഭയത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ വിശ്വസ്തനായ ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ ആദ്യം വായിച്ചതുപോലെ ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയണം. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്ന ചെങ്കടൽ കരയിൽ വെച്ച് അവര് ഭയത്തിൽ പിറുപിറുത്തു. 2, മാറയിൽ വെച്ച് അവര് പിറുപിറുത്തു. മാറയിൽ എന്ത് സംഭവിച്ചു? നിരാശയിൽ പിറുപിറുത്തു. 3, സീൻ മരുഭൂമിയിൽ ക്ഷാമം വന്നപ്പോൾ ക്ഷാമം എന്ന് പറഞ്ഞാൽ ഇച്ചൂടെ നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇല്ലായ്മ വന്നപ്പോൾ അവര് പിറുപിറുത്തെന്ന്. അതിന്റെ പുറകിൽ എത്രയോ അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിച്ചു. പക്ഷെ ഒരു സമയത്തേക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ക്ഷാമം വന്നപ്പോൾ അവർ പിറുപിറുത്തു. ഇന്ന് രാത്രി ഒരു ക്ഷാമം വരുമ്പോൾ പിറുപിറുക്കല്ലേ. ആമേൻ. സകലക്ക് ഹല്ലേലൂയ. ആമേൻ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമുക്ക് വേണ്ടുന്നത് തരാൻ ശക്തനാണ്. ഇന്ന് രാത്രി ദൈവസഭയോട്, ആമേൻ, കർത്താവിന്റെ ദാസനോട്, പ്രിയപ്പെട്ടവരോട്, ലീഡർഷിപ്പിനോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടുന്ന പൈസ ദൈവം തരും. നിങ്ങൾക്കൊരു കാര്യവും നടത്തിയാലും ഞാൻ ആത്മാവിൽ പറയാൻ ഒരു കടവും വരത്തില്ല. എപ്പോഴും നിങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് മിച്ചം വരത്തക്ക നിലയിൽ ഏതെല്ലാം പ്രോഗ്രാം, എത്ര ലക്ഷം രൂപ മുടക്കി നിങ്ങൾ ചെയ്താലും ഞാൻ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അത് സംഭവിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 18 വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും. ഹല്ലേലൂയ. അടുത്തത്, രഫീദീമിൽ വെച്ച് അവര് പിറുപിറുക്കുവാനിടയായി തീർന്നു. അവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ അവിശ്വാസമാണ്. അവിശ്വാസം നിമിത്തം അവർ പിറുപിറുത്തു. അടുത്തത്, സംതൃപ്ത ജാതി നിമിത്തം. ഇവരുടെ കൂട്ടത്തിൽ ഇസ്രായേലിയരല്ലാത്ത ജാതിക്കാരും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് മുഖാന്തരം ഇവർക്ക് തൃപ്തിയില്ലായിരുന്നു. ഈ ജനതയ്ക്ക് തൃപ്തിയില്ലാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? പിറുപിറുത്തു. ഇനി അടുത്തത് ഒരു കാര്യം കൂടെ പറയാം. ഒറ്റുകാർ മുഖാന്തരം ഇവര് പിറുപിറുക്കുവാനിടയായി തീർന്നു. കാര്യം, ഒറ്റുകാരെന്ന് മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഇവരവിടെ ചെന്നപ്പം അവരെ വലിയ മനുഷ്യരായിട്ട്, ഇവരെ കൊച്ചു മനുഷ്യരായിട്ടും കാണുന്നു. ഈ ചർച്ചിനകത്ത് വലിയ പ്രശ്നം ഇത് കേട്ടോ. ഈഗോ ആൻഡ് കോംപ്ലക്സ് ചർച്ചിനെ തകർത്തു കഴിഞ്ഞു. ഈഗോയും വിഷയമാ, കോംപ്ലക്സും വിഷയം. എന്നെ നോക്കിയില്ല, എന്നെ കണ്ടില്ല, പാർശ്വ കൈ തന്നില്ല, വിശ്വാസി തന്നില്ല, എന്റെ ജോലി ചെറുതാണ്, എന്റെ വീട് ചെറുതാണ്. നമുക്ക് തന്നെ തോന്നും. അങ്ങനൊന്നും അല്ല. എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആ സഹോദരന്റെ തലയ്ക്കകത്ത് 1000 കൂട്ടം കാര്യമായിരുന്നു. നാട്ടിൽ നിന്ന് വല്ല ഫോൺ വിളിച്ചതിന്റെ വിഷമത്തിന് ആ മനുഷ്യൻ ഇരിക്കുമ്പോൾ മുന്നേ ഇരിക്കുന്നവരെ കണ്ടില്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഈഗോയാണ്. ഞാൻ ഉണ്ടേലേ ഉള്ളൂ, ഞാൻ ഉണ്ടേലേ കോയറുള്ളൂ, ഞാൻ ഉള്ളേലേ ബദേലുള്ളൂ, ഞാനില്ല സഭയില്ല. നോ. ദൈവമക്കളെ, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ കർത്താവാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പ്രസംഗത്തിന്റെ പോഷത്തരമാണ്. അദ്ദേഹം പോഷത്തരം വല്ലതും പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തെ നോക്കി പറയുക, എന്റെ പ്രസംഗത്തിന്റെ പോഷത്വം കൊണ്ടൊക്കെയാണ് പലപ്പോഴും ജനം വിടുവിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഒന്നുകൂടെ വന്ന് അതൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. എന്റെ സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഒരു 2-3 നിമിഷം കൂടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി ആമേൻ അവൻ പോക്കുവരവുണ്ടാക്കും. നമ്മളൊരു ഒരു പാട്ട് പാടാറുണ്ട്. ഞാൻ പാടുന്നില്ല, 4 ലൈൻ ഞാനൊന്ന് പാടാം. സാധു എന്നെ കൈവിടാതെ കൊടുങ്കാറ്റും തിരമാലയും പാടാകിൽ വന്ന ഞാടിക്കും. ചേർന്നൊന്ന് പാടാമോ? അൺമ്യൂട്ട് ചെയ്തൊന്ന് പാടാമോ? ചിലപ്പം ട്യൂണൊപ്പില്ലെന്ന് വരും. കർത്താവ് നമ്മളെ തൊടും. വന്നാടിക്കും നേരമെന്റെ ചാരയുണ്ട്. ആമേൻ, നേരമെന്റെ ചാരയുണ്ട്. നാഥനും സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിടുന്നു. അന്ത്യത്തോളം ചിറകായി അവൻ കാത്തിടും ധാരയിൽ. അന്ത്യത്തോളം ചിറകായി അവൻ കാത്തിടും ധാരയിൽ. ആപത്തിലും ഭോഗത്തിലും ആപത്തിലും രോഗത്തിലും കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും ഈ ദിവസങ്ങൾ ദൈവം ചൊരിയട്ടെ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ആമേൻ ദൈവസഭയെ എല്ലാം ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.